സോ ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. ഞാൻ ഹാബിൽ. ഇപ്പൊ കുറച്ച് ദിവസത്തിന് ശേഷമാണ് ഇപ്പൊ നമ്മൾ വീഡിയോ എടുക്കുന്നത്. എന്താ ഇത്ര ദിവസം വീഡിയോ എടുക്കാത്തതെന്ന് കുറേ ആളുകൾ ചോദിച്ചു. സത്യം പറഞ്ഞാൽ ആ ചോദ്യത്തിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. നമ്മളെ കുറിച്ച് അന്വേഷിക്കണ്ടല്ലോ, അൽഹംദുലില്ലാ. അപ്പൊ വീഡിയോ എടുക്കാത്ത വേറെ കൊണ്ടല്ലേ, എനിക്ക് കുറച്ച് ദിവസം ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ എനിക്ക് രാവിലെ നേരത്തെ കുറച്ച് വർക്ക്സ് ഉണ്ടായിരുന്നു. അതായത് എനിക്ക് പോയിട്ട് കുറച്ച് ഷൂട്ടുകൾ ചെയ്യാണ്ടിരുന്നു, അത് രാവിലെ നേരത്തെ. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, പൊതുവെ നമ്മൾ രാത്രിയാണല്ലോ ഷൂട്ട് ചെയ്യാറുള്ളത്. അപ്പൊ ഞാൻ തലേന്ന് രാത്രി ഇപ്പൊ ഇനി ഷൂട്ട് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ ലൈക്ക് എനിക്ക് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പിറ്റേന്ന് രാവിലെ എൻ്റെ വർക്ക് തെറ്റും. എനിക്ക് വർക്ക് പ്രോപ്പറായിട്ട് എണീക്കാൻ കഴിയില്ല. കാരണം അത്താഴം കഴിഞ്ഞിട്ട് ഞാൻ പിന്നെയും കുറച്ചേരം കിടക്കും. അപ്പൊ ആ ഒരു കിടത്ത് ചിലപ്പോൾ ഇങ്ങനെ നീണ്ടണ്ട് പോയി. ഇപ്പൊ അതിന്റെ മുന്നേ എന്നെ അമ്മ വന്ന് വിളിച്ചു കഴിഞ്ഞാലും ഞാൻ ഷൂട്ടിന് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ വേറെ ഏതെങ്കിലും ലോകത്ത് എനിക്കൊരു ഐഡിയ കിട്ടൂല. അപ്പൊ മൊത്തത്തിൽ എൻ്റെ ഒരു ഡേ കംപ്ലീറ്റ് ഇടങ്ങാറാവേണ്ട വെച്ചിട്ടാണ് ഞാൻ ഇപ്പൊ കുറച്ച് ദിവസം രാത്രി ഷൂട്ടിന് കഴിയാഞ്ഞത്. സോ സോറി ഗൈസ്, നമ്മൾ വീഡിയോക്ക് വേണ്ടി നിങ്ങൾ അത്രയും വെയിറ്റിംഗ് ആണെന്ന് ഞാൻ മനസ്സിലാക്കി. വൈകാതെ ഞാൻ ആ സത്യം തിരിച്ചറിഞ്ഞു. മാടമ്പള്ളിയിലെ ആ മനോരോഗി ആക്ച്വലി വേറെ ആർക്കും ആയിരുന്നു. അപ്പോൾ എനിവേ, നമ്മൾ ഒരുപാട് വലിച്ചു കിട്ടുന്ന കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മളിപ്പോൾ ഇതൊന്നും ചെയ്യാത്തത് കൊണ്ട് ഒരു എക്സൈറ്റ്മെന്റ് ഇല്ല. എല്ലാവർക്കും ഉണ്ടെന്ന് പറയാൻ കേട്ടോ, എനിക്ക് കുറച്ച് എക്സൈറ്റ്മെന്റ് ഉണ്ട്. അപ്പൊ നമുക്ക് ഏതായാലും എപ്പിസോഡ് 14 ഫസ്റ്റ് റൈറ്റിംഗ് ആരതാണ്. കുറച്ച് ഗ്യാപ്പിന് ശേഷം നമ്മൾ തുടങ്ങുന്നത് ആരെ കോട്ടിലാണ് അല്ലെങ്കിൽ ആരെ റൈറ്റിങ്ങിലാണ്, എന്താണ് തുടങ്ങുന്നതെന്നൊക്കെ. പിന്നെ അതിന് മുന്നേ വേറെ കാര്യം പറയാനുള്ളത്, കുറേ ആളുകൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഇവിടെ കമന്റ് സെക്ഷനിലെ വീഡിയോയുടെ കമന്റ് സെക്ഷനിൽ. ഞാൻ വളരെ സീരിയസ് ആയിട്ട് പറയുക ഗൈസ്, ഈ ഒരു കമന്റ് സെക്ഷനിലെ വീഡിയോ ആക്ച്വലി ഞാനൊരു 1 മണിക്കൂറിന്റെ അടുത്ത് അല്ലെങ്കിൽ ഒരു 1.25 മണിക്കൂറിന്റെ അടുത്തുള്ള ഒരു അത്രയും ലോങ് വീഡിയോ ആയി പോകും. അപ്പൊ അതുകൊണ്ട് അത്രയും ലോങ് വീഡിയോ ഷൂട്ട് ചെയ്യണമെങ്കിൽ എനിക്കൊരു സാധനം വേണം. ആ സാധനം ഇപ്പൊ എന്റെ കയ്യിലില്ല. അതും കൂടി വാങ്ങിയാൽ മാത്രമേ എനിക്ക് ആ ഷൂട്ട് പോസിബിൾ ആവുള്ളൂ. അതല്ലെങ്കിൽ നമുക്കൊരു 20 മിനിറ്റ്, മാക്സിമം ഒരു 25 മിനിറ്റ് ഒക്കെ പോസിബിൾ ആവുള്ളൂ. ആ ഒരു സാധനം വാങ്ങിയാൽ മാത്രമേ ഒരു മണിക്കൂർ 1.5 മണിക്കൂറിന്റെ ഷൂട്ട് നമുക്ക് നടത്താൻ പറ്റുള്ളൂ. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നമ്മളെ വീഡിയോ ഒക്കെ ഒരു 25 മിനിറ്റ് മാക്സിമം വലിച്ചു നീട്ടിയാൽ ഒരു 30 മിനിറ്റ്, അതിന്റെ അപ്പുറത്തോട്ട് പോവില്ല. അപ്പം അതിന്റെ അപ്പുറത്തോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സാധനം വേണം. അപ്പൊ ആ സാധനം കയ്യിലില്ലാത്തത് കൊണ്ടാണ് ഇപ്പൊ നിലവില് ലൈക്ക് നമ്മൾ ഇങ്ങനെ ഒരു എന്താ പറയാ, ഒരു ചെറിയൊരു ഇതിൽ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പൊ എന്തായാലും വൈകാതെ ആ സാധനം നമ്മൾ വാങ്ങും. ആ സാധനം നമ്മൾ ഓൺലൈനിൽ നോക്കിയിട്ട് ഒന്നും കിട്ടുന്നില്ല. അപ്പൊ ഞാൻ കുറെ ഷോപ്പിലൊക്കെ ചെന്ന് അന്വേഷിച്ച് ഞാൻ ഉദ്ദേശിക്കുന്ന സാധനം അവിടെ ഇവിടെ ഇല്ല. അപ്പൊ ഞാൻ കുറെ തിരഞ്ഞ് എവിടുന്നെങ്കിലും നമുക്ക് ആ സാധനം കിട്ടിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമ്മൾ ലോങ് വീഡിയോ എന്തായാലും ചെയ്യും. ഞാൻ ഒരിക്കലും ഒരു കമന്റും മിസ്സാകൂല. മാക്സിമം എല്ലാ കമന്റും ഞാൻ എടുത്തെടുത്ത് എല്ലാവരുടെ കമന്റും അടിപൊളിയാണ്. അതെന്തായാലും നമ്മൾ ചെയ്തിരിക്കും. ഞാൻ ഇപ്പൊ എന്റെ കൈ ചെറുതായിട്ടൊന്ന് തട്ടി, കൈയെല്ലാം നഖം, എനിക്ക് നല്ല വേദന ഉണ്ട്. അപ്പൊ നമുക്ക് ഫസ്റ്റ് റൈറ്റിംഗ് നോക്കാം. യെസ്, അവർ കോളേജ് ഡേയ്സ് എന്ന് പറയുന്ന ഒരു പേജ് പോസ്റ്റ് ചെയ്താ. സം പീപ്പിൾ കം ടു ഹീൽ യു, നോട്ട് ടു സ്റ്റേ. എന്റെ മോനെ അത് കൊണ്ടുപോയിട്ടോ ഫസ്റ്റ് റൈറ്റിംഗ്. 101% സത്യമാണ്. ലൈഫിൽ നമ്മൾ ചില ആൾക്കാർ നമ്മളെ ലൈഫിലേക്ക് വരുന്നത് നമ്മളെ ഒരു കാര്യം ലൈക്ക് നമ്മൾ ഒരു പ്രശ്നത്തിലാണെന്നുണ്ടെങ്കിൽ ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ചില ആളുകൾ വരും. നമ്മളെ മനസ്സിനൊരു മുറിവുണ്ടെങ്കിൽ ആ മുറിവ് മാറ്റാൻ വേണ്ടിയിട്ട് ചില ആളുകൾ വരും. പക്ഷെ അവർ കുറെ കാലമൊന്നും ഉണ്ടാവില്ല. അവരുടെ ആ ഒരു ടൈം എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു സങ്കടം മാറ്റുക, അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു മുറിവ് ഉണക്കുക, നമ്മളെ ലൈക്ക് ആ ഒരു ഇതിൽ നിന്നൊന്ന് മാറ്റിയെടുക്കുക. അത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ബായ് പോലും പറയാണ്ട് ആ ആളുകൾ അങ്ങനെ യാത്ര ആയി പോകും. അങ്ങനെയുള്ള ആളുകളൊക്കെ ലൈഫിൽ വരിക എന്ന് പറഞ്ഞ സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ ഭയങ്കര ബ്ലെസ്സിങ് ആണ്. കാരണം ഇങ്ങനെയുള്ള ആളുകൾ എല്ലാവർക്കും കിട്ടൂല. ഒന്നാമത്തെ കാര്യം, ഇങ്ങനെയുള്ള ആളുകളെ കിട്ടുക എന്ന് പറയുന്നത് അത്രയും വലിയ ഭാഗ്യം വേണം. കാരണം ഒരാള് ടൈം എടുത്ത് എഫേർട്ട് എടുത്ത് നമുക്ക് വേണ്ടി നമ്മളെ ലൈഫിലേക്ക് വന്ന് നമ്മളെ കാര്യം കേട്ട് മനസ്സിലാക്കി, അല്ലെങ്കിൽ നമുക്ക് വേണ്ടിയുള്ള സൊല്യൂഷൻസ് പറഞ്ഞു തന്ന് നമ്മളെ ഹീൽ ചെയ്തൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടി അയാൾ കാണിക്കുന്ന ഒരു മനസ്സുണ്ടല്ലോ, ഭാഗ്യം ചെയ്ത ആൾക്കാർക്ക് മാത്രമേ അങ്ങനത്തെ ആൾക്കാരെ കാണാൻ പറ്റുള്ളൂ. ഏതായാലും കുറെ കാലത്തിന് ശേഷം നമ്മൾ തുടങ്ങിയ വീഡിയോയിലെ ഫസ്റ്റ് റൈറ്റിംഗ് മാഷാ അല്ലാഹ് അടിപൊളി റൈറ്റിംഗ് കേട്ടോ. ആ ഒരു കോളേജ് ഡേയ്സ് എന്ന് പറയുന്ന ഒരു പേജ് പോസ്റ്റ് ചെയ്താ. അടുത്തത് KDrama.vibe9 എന്ന് പറയുന്ന ഒരു പേജ് പോസ്റ്റ് ചെയ്താ. സം റിലേഷൻഷിപ്പ് ആർ മെയ്ഡ് ജസ്റ്റ് ഫോർ മെമ്മറീസ്, നോട്ട് ഫോർ ഫ്യൂച്ചർ. ആ വീഡിയോ ഉണ്ടോ? എന്തായാലും ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും മനസ്സിലാവും, ഒരു സമയത്ത് അവര് അത്രയും സ്നേഹിച്ചിരുന്നു. ആ സ്നേഹിച്ച ആളുകൾ വേർപിരിഞ്ഞ് രണ്ടുപേരും 2 ഫാമിലിയായി മാറി. പക്ഷെ റാൻഡമായിട്ട് അവർ ഏതൊരു പോയിന്റിൽ വെച്ച് കണ്ടുമുട്ടുമ്പോൾ ആ ആള് ഇപ്പുറത്ത് നിൽക്കുന്ന ആൾക്ക് ആ ഒരു ലുക്ക് കൊടുത്തില്ല. പക്ഷെ ഇയാള് പോയതിന് ശേഷം തിരിഞ്ഞു നോക്കി. ആ ഒരു നോട്ടത്തിലുണ്ട് അയാളും ഹാപ്പി ആയിട്ട് ജീവിക്കട്ടെ, ഇനി വെറുതെ
ഒരു റീകണക്ഷൻ അല്ലെങ്കിൽ വീണ്ടും ഒരു ഓർമ്മ പുതുക്കാൻ വേണ്ടിയിട്ട് ആളുടെ ലൈഫിലേക്ക് പോകേണ്ടതാണ്. ആ ഒരു ലൈൻസ് ഒക്കെ, സം റിലേഷൻഷിപ്പ് ആർ മെയ്ഡ് ജസ്റ്റ് ഫോർ മെമ്മറീസ് നോട്ട് ഫോർ ഫ്യൂച്ചർ. എന്തായാലും എഴുത്തിന്റെ ഒരു പവർ എന്ന് പറയുന്നത് അതാണ്, ഉള്ളിങ്ങോട്ട് തട്ടിക്കേറും. അടുത്തത് റൈറ്റിംഗ് ഓഫ് ഷാ എന്ന് പറയുന്ന ഒരു പേജ് പോസ്റ്റ് ചെയ്ത, എത്ര മനോഹരമായാണ് ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന് മുമ്പിൽ ക്ഷമിച്ചു കൊടുക്കുന്നത്. ഒരുപാട് വേദനിപ്പിച്ചിട്ടും പോട്ടെ, എനിക്ക് നിന്നോട് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നത്. ഭയങ്കര ഒരു ടച്ച് ആയി പോയില്ലേ. ഇതൊന്നാമത് എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമല്ല. ലൈക്ക് ഇപ്പൊ എൻ്റെ ഒരു കേസിൽ ഞാൻ പറയട്ടെ, ഞാൻ ഡിസ്കണക്ട് ആയ കുറെ ആളുകളുണ്ട്, കുറെ ആളുകളിലെ കുറച്ച് ആളുകൾ. ഞാൻ ഒരു സമയത്ത് ഞാൻ ഭയങ്കര കണക്ട് ആയിട്ട് എനിക്ക് ഭയങ്കര വാല്യുബിൾ ആയ, ഞാൻ ഒരുപാട് പ്രയോറിറ്റി കൊടുത്ത് എനിക്ക് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ഡിസ്കണക്ട് ആയി പോയപ്പോൾ കുറച്ച് ആളുകൾ, എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ആളുകൾ, അതായത് ഞാനായിട്ട് അവരുടെ ലൈഫിൽ നിന്ന് മാറി. കാരണം അവിടുന്ന് എനിക്ക് കിട്ടിയ റെസ്പോൺസും ആ ആളുകൾ എന്നോട് പറഞ്ഞ ചില കാര്യങ്ങളും അല്ലെങ്കിൽ അവരെന്നോട് പെരുമാറിയ കുറച്ച് രീതികളും എനിക്ക് ഒരിക്കലും താങ്ങാൻ പറ്റിയില്ല. അന്ന് ഞാൻ ഭയങ്കരമായിട്ടും ഡൗൺ ആയിപ്പോയി. സോ ഞാൻ അവരുടെ ഒക്കെ ലൈഫിൽ നിന്ന് മാറി. പക്ഷെ ഇപ്പം കുറച്ച് മുൻപ് ലൈക്ക് ഞാൻ ഡിസ്കണക്ട് ആയ ആളുകളുണ്ടല്ലോ, ആ ആളുകളോടൊക്കെ ഞാൻ വളരെ നല്ല രീതിയിൽ, ഈ ആളുകളോടൊന്നും ലൈക്ക് ഞാൻ ഒരു റിവെഞ്ച് എടുത്തിട്ടില്ല, എനിക്കൊരു ദേഷ്യമോ വാശിയോ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ആ ആളുകൾക്ക് ഞാനൊരു ബുദ്ധിമുട്ടാണെന്നുള്ളൊരു ബിഹേവിയർ ഓരോ ഭാഗത്ത് നിന്ന് വന്നപ്പോൾ ഞാനായിട്ട് ഓരോ ലൈഫിൽ നിന്നേ മാറിക്കൊടുത്ത്. പക്ഷെ ലൈക്ക് എന്താ പറയാ, ഇപ്പൊ അടുത്ത് ഞാൻ അവരോട് അങ്ങോട്ട് സംസാരിച്ച്, അതെനിക്ക് എന്താ പറയാ, എനിക്ക് അവരോട് അന്നും ഒരു പ്രശ്നമില്ല, ഇന്നും ഒരു പ്രശ്നമില്ല. ഞാൻ അത്രയും വാല്യുബിളായി കണ്ട ആളുകൾക്ക് ഞാനൊന്നുമല്ല എന്ന് ഓരോ എന്തൊക്കെ ഒരു ബിഹേവിയറിൽ എനിക്ക് തോന്നി, എനിക്ക് ഭയങ്കര പ്രശ്നമായി, ഞാൻ ഡൗൺ ആയിപ്പോയി. പിന്നെ അതൊക്കെ ഞാൻ വിട്ട്. പക്ഷെ ഭയങ്കര ഒരു എന്താ പറയാ, അതൊരു പെയിൻഫുൾ ടൈമാണ്. നമ്മൾ അത്രയും വാല്യൂ ചെയ്യുന്ന ആളുകൾക്ക് നമ്മളൊന്നുമല്ല എന്ന് അറിയുന്ന ഒരു പോയിന്റ്. അന്ന് മുതലാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ തിരിച്ചറിഞ്ഞത്. ലൈഫ് എന്താണ് ഞാൻ തിരിച്ചറിഞ്ഞു, ആളുകൾ എന്താണ്, പ്രയോറിറ്റി എന്താണ്, ലെസൺ എന്താണ്, ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്. ഞാൻ ഒരുപാട് മാറാനുള്ള ഫസ്റ്റ് പോയിന്റ് ഒക്കെ തുടങ്ങുന്നത് ആ ഒരു സമയത്ത് നിന്നാണ്. അവിടെയാണ് ഞാൻ മാറിയത് കംപ്ലീറ്റ്. എൻ്റെ തോട്ട് മാറി, എൻ്റെ ലൈഫ് മാറി, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ മാറി, എൻ്റെ രീതികൾ മാറി, ഞാൻ സംസാരിക്കുന്ന വേ മാറി, ചിന്തിക്കുന്ന രീതി മാറി കംപ്ലീറ്റ് ആയിട്ട്. ഭയങ്കര ആ ലൈൻ എനിക്ക് പേഴ്സണലി ഭയങ്കര ടച്ച് ചെയ്തിട്ടോ. അടുത്തത് ഹിജാബി സോൾ എന്ന് പറയുന്ന ഒരു പേജ് പോസ്റ്റ് ചെയ്താ, ഇങ്ങോട്ട് ബന്ധം മുറിച്ചവനോട് അങ്ങോട്ട് ബന്ധം ചേർക്കുക. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ലൈക്ക് ഞാൻ പറഞ്ഞില്ല, കുറച്ച് ആൾക്കാരായിട്ട് ഡിസ്കണക്ട് ആയിരുന്നത്. ലൈക്ക് ഞാനായിട്ട് അവരുടെ ലൈഫിൽ നിന്ന് മാറിക്കൊടുത്താണെങ്കിലും ആ ഒരു ബന്ധം ഒഴിവാക്കിയത് സത്യം പറഞ്ഞാൽ ആ ആളുകളായിരുന്നു. കാരണം അവരുടെ ബിഹേവിയർ ലൈക്ക് എന്നോട് ഒരു ദിവസം വരെ പെരുമാറിയ ആളുകൾ പെട്ടെന്ന് ഒരു രാവ് പകലാകുമ്പോൾ ഉള്ള ഒരു മാറ്റം, സംസാരത്തിലാണെന്നുണ്ടെങ്കിലും പെരുമാറ്റത്തിലാണെന്നുണ്ടെങ്കിലും എല്ലാത്തിലും വരുന്നൊരു ചേഞ്ച് ഉണ്ടല്ലോ. കാരണം അന്ന് ലൈക്ക് എനിക്ക് എല്ലാമായിരുന്നു ആ ഒരു സർക്കിളിൽ, ആ ഒരു ആളുകൾ എന്ന് പറയുന്നത്. അവിടുന്ന് പെട്ടെന്ന് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയില്ല സത്യം പറഞ്ഞാൽ. ആ തകർന്നു പോയി ആ ഒരു സമയത്തൊക്കെ. അതിൽ തന്നെ ചില ആളുകൾ എന്നായിട്ടുള്ള കണക്ഷൻ കംപ്ലീറ്റ് മുറിച്ചു പോയ പോലെ ഇരുന്ന്. പക്ഷെ ഞാൻ പറഞ്ഞില്ല, ഞാനിപ്പോൾ അടുത്ത് ഞാൻ എല്ലാവരായിട്ടും ഞാൻ അങ്ങോട്ട് ചെന്ന്. കാരണം എനിക്ക് യാതൊരു പ്രശ്നം അന്നും ഇന്നൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ കാരണം അതല്ല, ഞാനായിട്ട് ഒരു പ്രശ്നം ക്രിയേറ്റ് ചെയ്തിട്ടില്ല. പക്ഷെ ഒരു ചെയ്ത് എന്തൊക്കെ കാര്യങ്ങൾ എനിക്ക് ഭയങ്കരമായിട്ടും പേഴ്സണലി ഭയങ്കരമായിട്ടും ഹേർട്ടായിട്ടുണ്ട്. അത് ഓർക്കും അറിയാം, എനിക്കത് ആ സമയത്ത് താങ്ങാൻ പറ്റുന്നതിൽ അപ്പുറമാവും. പക്ഷെ മേ ബി അവരുടെ എന്തൊക്കെ സിറ്റുവേഷൻസ് ഉണ്ട്, അവരങ്ങനെ ചെയ്തു പോയതാകാം. അത് പക്ഷെ ഓരോരു തെറ്റോ കുറ്റമായിട്ടൊന്നുമല്ല ഞാൻ പറയണത്. അത് ഓരോ സാഹചര്യങ്ങൾ, ഞാൻ പറയില്ല, ഓരോരോ സിറ്റുവേഷൻസ് ഉണ്ടാവും. പക്ഷെ എനിക്കത് പേഴ്സണലി അന്ന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു. പക്ഷെ അന്ന് മുതലാണ് ഞാൻ കുറെ കാര്യങ്ങൾ പഠിച്ചത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഓരോടൊരു ദേഷ്യവും വാശിയും കൊണ്ട് നടക്കേണ്ട യാതൊരു കാര്യം ഉണ്ടായില്ല. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി, ഞാൻ ഒരുപാട് മാറി. പിന്നെ ലൈക്ക് ഇതിൽ എഴുതിയ പോലെ തന്നെ നമ്മൾ ഇങ്ങോട്ട് ബന്ധം മുറിച്ച ആളുകളോട് അങ്ങോട്ട് ചെന്ന് ബന്ധം ചേർക്കണം. അത് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഇങ്ങോട്ട് ബന്ധം മുറിച്ച ആളുകൾ ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് ചെല്ലണം. വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. സോ നിങ്ങളുടെ ലൈഫിലും അങ്ങനത്തെ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ, നമ്മളിങ്ങനെ ഒരാൾ പറഞ്ഞിട്ട് ചെയ്യുന്നതിനേക്കാൾ ബെറ്റർ എന്താ, നമുക്ക് സ്വയം തോന്നുന്ന ഒരു പോയിന്റ്, യെസ് മതി സംസാരിക്കാം,
മിണ്ടാം. ഇത് നമുക്ക് ചുറ്റും നിന്ന് 10 ആളുകളല്ല 100 ആളുകൾ പറഞ്ഞാൽ ഒരിക്കലും നമ്മൾ അക്സെപ്റ്റ് ചെയ്യരുത്. കാരണം അതൊരിക്കലും നമ്മൾ സ്വയം എടുക്കുന്ന ഒരു തീരുമാനത്തിൽ വരുന്ന ഒരു കാര്യമല്ല. നമ്മൾ ഇഷ്ടത്തോടെ 100% ഓക്കെ ആയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമല്ല. ഇപ്പൊ ഞാൻ പറഞ്ഞതിന്റെ പേരിൽ നിങ്ങൾ അങ്ങനെ ചെയ്യരുത് ഒരിക്കലും. നിങ്ങൾ സ്വയം ആലോചിച്ചിട്ട് യെസ് മതി, ഇത് ഇനി വിടാം, ഇനി എനിക്കൊന്ന് മിണ്ടാം, ഒന്ന് മിണ്ടി നോക്കാം, അങ്ങനെ സ്വയം മനസ്സിൽ അങ്ങോട്ട് ചെന്ന് ബന്ധം ചേർക്കണമെന്ന് സ്വയം തോന്നുകയാണെങ്കിൽ മാത്രം നിങ്ങൾ ചെല്ലുക, നിങ്ങൾ മിണ്ടുക, നിങ്ങൾ ആ ബന്ധം ചേർക്കുക. അല്ലാണ്ട് ഒരിക്കലും പുറത്തുനിന്ന് 100 അല്ല 10,000 ആളുകൾ വന്നാലും നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യരുത്. ഞാൻ അങ്ങനെ തന്നെ പറയും. കാരണം ബാക്കിയുള്ളവർ പറയണ പോലെയല്ല നമുക്ക് ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. നമുക്ക് പേഴ്സണലി തോന്നുകയാണെങ്കിൽ യെസ് ചെയ്യണം. ഞാൻ അങ്ങനെ ചെയ്ത കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ. അടുത്തത് NT.Asif എന്നാണ് തോന്നുന്നുണ്ട്, AZFF എന്നാണ് പേര്. ഒരു വീഡിയോ ആണ്, എനിക്ക് തോന്നുന്നുണ്ട് സ്റ്റാർട്ടിങ് എനിക്ക് മിസ്സായി. യെസ്, സംടൈംസ് ദ ഓൺലി വേ ടു കൺട്രോൾ യുവർ ഇമോഷൻസ് is to stay പോയി മിസ്സായിപ്പോയി ഒന്നുകൂടി. Sometimes the only way to control your emotions is to stay silent and say nothing. ശരിയാട്ടോ. ചില സമയത്തുണ്ടല്ലോ നമ്മളെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു മാർഗം എന്ന് പറയുന്നത് ഒന്നും ഉണ്ടാക്കുക. ലൈക്ക് സൈലൻസിന് ഒരുപാട് മീനിങ്സ് ഉണ്ട്. ഒരുപാട് മീനിങ്സ് മാത്രമല്ല, ഒരുപാട് ഡെപ്ത് ഉണ്ട്. ചില സമയത്തെ സൈലൻസ് ചില ആളുകളെ കൊല്ലുന്നൊക്കെ പറയും. സത്യമാണ്. അതായത് നമ്മൾ ഇപ്പൊ 2 പേര് തമ്മിൽ ഫൈറ്റ് ചെയ്യാന്ന് വിചാരിക്കാം. ഫോർ എക്സാമ്പിൾ അതൊരു പാർട്ട്നേഴ്സ് തന്നെയാണ്. അതായത് ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന 2 പേര് തമ്മിൽ ഭയങ്കരമായിട്ട് പ്രശ്നത്തിൽ അവര് ഒരാള് വളരെ എന്താ പറയാ ഹാർഷായിട്ട് ബിഹേവ് ചെയ്യുന്ന സമയത്ത് മറ്റേ ആളും അതേ ടോണിൽ സംസാരിക്കുകയാണെങ്കിൽ അതൊരിക്കലും താന്നു പോകില്ല. ഒരാൾ തീയാവുമ്പോൾ മറ്റേ ഒരാള് വെള്ളമാകണം നിങ്ങൾ കേട്ടിട്ടില്ലേ? എങ്കിൽ മാത്രമേ അത് നിലനിന്ന് പോവുകയുള്ളൂ, അല്ലെങ്കിൽ വളരെ നല്ല രീതിയിൽ തീർന്നു പോവുകയുള്ളൂ. ഇമോഷൻസ് നമ്മൾ എക്സ്പ്രസ് ചെയ്യണം, അതങ്ങനെ തന്നെ വേണം. പക്ഷെ ചില സ്ഥലങ്ങളിൽ, ചില സന്ദർഭങ്ങളിൽ, ചില സമയങ്ങളിൽ ഇമോഷൻസ് കൺട്രോൾ ചെയ്യുമ്പോൾ നമ്മളൊരു സൈലൻസ് കീപ്പ് ചെയ്യുക. ആ ഒരു സൈലൻസ് ആണ് ആ ഒരു സമയത്തെ ഏറ്റവും നല്ല ഒരു ഇമോഷൻ നമ്മൾ കാണിക്കുന്ന രീതി എന്ന് പറയുന്നത്. ആ ഒരു സൈലൻസിൽ എല്ലാം ഉണ്ടാവും. നമ്മളെ ദേഷ്യം, നമ്മളെ വാശി, നമ്മളെ സങ്കടം, നമ്മളെ വൈരാഗ്യം, മേ ബി സന്തോഷം വരെ നമുക്ക് കാണിക്കാൻ പറ്റും ചില സൈലൻസിൽ. അത് സൈലൻസിന്റെ ഒരു പവറാണ്. ഇത് ലൈക്ക് അനുഭവിച്ച ആളുകൾക്ക് നല്ല മനസ്സിലാവും, എന്തായാലും റിലേറ്റ് ചെയ്യാൻ പറ്റും. അടുത്തത് ഷാൻസ് എന്ന് പറയുന്നൊരു പേജ് പോസ്റ്റ് ചെയ്താ, ചില അവസ്ഥകളുണ്ട് എന്ത് ചെയ്യണമെന്നോ ആരോട് പറയണമെന്നോ എന്ത് പറയണമെന്നോ അറിയാത്ത അവസ്ഥ, അനുഭവിച്ചേ പറ്റൂ. ഇത് ഇങ്ങനത്തെ ഈ സിറ്റുവേഷൻസിലൊക്കെ കടന്നു പോകുന്ന ആളുകളെ സമ്മതിക്കണം. അത്രയും പാവങ്ങളാണ് ആ സമയത്ത്. എത്ര വലിയ ഇഷ്യൂ ക്രിയേറ്റ് ചെയ്ത ആളാണെന്നുണ്ടെങ്കിലും നമ്മൾ ഉള്ളിൽ അനുഭവിക്കുന്ന കാര്യം പുറത്ത് തുറന്നു പറയാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, ആരോടാ പറയേണ്ടത്, എങ്ങനെയാ പറയേണ്ടത്, എന്താ പറയേണ്ടത്, ഒന്നും നമുക്ക് മനസ്സിലാകാതെ നിൽക്കുന്ന ഒരു പോയിന്റ് ഉണ്ട് ലൈഫിൽ. ആ ഒരു സമയത്ത് ഏതൊരാളും പാവങ്ങളാ. ചിലപ്പോൾ തെറ്റൊക്കെ ചെയ്തത് ഒരിക്കലും അല്ല എന്ന് പറയില്ല, തെറ്റ് ചെയ്തത് ഓരോ ഭാഗത്തോ 100% പ്രശ്നങ്ങളൊക്കെ. പക്ഷെ ആ ഒരു പോയിന്റിൽ നിൽക്കുന്ന സമയത്ത് ആ ആള് പാവങ്ങളാവും. കാരണം എന്താ പറയുക, നമുക്ക് ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം ഉണ്ടാവില്ല, നമുക്ക് എന്ത് ചെയ്യണം എന്ന് പോലും അറിയാണ്ട് ഇങ്ങനെ ചിലപ്പോൾ ഇരുന്ന് കരയാവും, പൊട്ടി നെഞ്ചു പൊട്ടി കരയുന്ന ആളുകളാവും ആ ഒരു സമയത്ത്. പക്ഷെ ഒന്നിനും കഴിയൂല. ഒരാളോട് തുറന്ന് പറയാനോ ഒരാളോട് മര്യാദയ്ക്ക് സംസാരിക്കാനോ, സൊല്യൂഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോബ്ലം ഷെയർ ചെയ്യണ്ടേ, എങ്കിൽ ഉത്തരം വേണമെന്നുണ്ടെങ്കിൽ ചോദ്യം ചോദിക്കണ്ടേ. പക്ഷെ ആ ഒരു സമയത്ത് ഒന്നിനും കഴിയൂല. എത്ര ക്ലോസ് ആയ ആളുകളാണെങ്കിലും മിണ്ടാണ്ടായിപ്പോ നമ്മള്. അതൊക്കെ അനുഭവിച്ച ആളുകൾക്കുണ്ടല്ലോ, ഈ ലൈൻസ് ഒക്കെ കാണുന്ന സമയത്ത് ഇത് ഏറ്റവും കൂടുതൽ റിലേറ്റ് ചെയ്യുക ഇത് അനുഭവിക്കുന്ന ആളുകൾക്ക് മാത്രമല്ല, ഇത് അനുഭവിച്ചിട്ട് ഇതിന്ന് റിക്കവർ ആയ ആളുകൾ ഉണ്ടാവും. ഇതിനിങ്ങനെ പതുക്കെ മാറി വരുന്ന ആളുകൾ. ആ ആളുകളൊക്കെ ഈ റൈറ്റിംഗ് വായിക്കുമ്പോണ്ടല്ലോ, മാർക്ക് മൈ വേർഡ്സ്, കണ്ണ് നിറയും. അതേ സ്ഥാനത്ത് ഇത് സഫർ ചെയ്ത് ഒരുപാട് കാലം മുന്നോട്ട് പോയ ആളുകളാണെങ്കിൽ ഇത് വായിക്കുമ്പോൾ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ നമ്മളിങ്ങനെ പോകും ആ ഒരു ടൈമിലേക്ക്. വേർഡ്സിന്റെ ഒരു പവറാണ്, ഓർമ്മകളിലേക്ക് നമ്മളെ കൊണ്ടുപോകും. അടുത്തത് സ്റ്റോറീസ് ഓഫ് സിഫ എന്ന് പറയുന്നൊരു പേജ് പോസ്റ്റ് ചെയ്ത, ആരെയെങ്കിലും വിശ്വസിക്കുന്നതിന് മുമ്പ് ഈ വാക്കുകൾ അന്ധമായി ഓർക്കുക.
നിങ്ങൾക്കറിയാവുന്ന ഓരോ വ്യക്തിക്കുമുള്ളിൽ നിങ്ങൾക്കറിയാത്ത ഒരു വ്യക്തിയുണ്ട്. നൂറ് ശതമാനം ശരിയായ ഒരു കാര്യമാണിത്. ബ്ലൈൻഡ് ട്രസ്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര ഡേഞ്ചർ ആട്ടോ. ഇത് ആക്ച്വലി വലിയൊരു മെസ്സേജ് കൂടാണ്. ഇത് എല്ലാ ആളുകളും അല്ല, മെജോറിറ്റി ആളുകളും റിലേഷൻഷിപ്പിലൊക്കെ ആയാലും പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ കണ്ണടച്ച് വിശ്വസിക്കുന്ന ഒരാളാണ് എൻ്റെ പാർട്ട്ണർ. ബ്ലൈൻഡ് ട്രസ്റ്റ് എന്ന് പറയുന്നത് ഏതൊരു ബന്ധം, അതൊരു റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, അത് ഏതൊരു ബന്ധത്തിന്റെയും ഡേഞ്ചർ പാർട്ടിലൊന്നാണ് ബ്ലൈൻഡ് ട്രസ്റ്റ് എന്ന് പറയുന്നത്. അന്ധമായ ആരെയും വിശ്വസിക്കരുത്. ഓക്കെ, നമുക്ക് വിശ്വസിക്കാം, 100% വിശ്വാസം നമുക്ക് അർപ്പിക്കാം. ട്രസ്റ്റ് എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിപ്പോൾ ഏതൊരു ബന്ധത്തിലാണെങ്കിലും. പക്ഷെ അത് ബ്ലൈൻഡ് ട്രസ്റ്റിലേക്ക് വരുന്ന സമയത്ത് നമ്മളവിടെ ബ്ലാങ്ക് ആയി പോവാണ്. ആ ഒരു ബ്ലാങ്ക് സ്റ്റേജിൽ നിൽക്കുന്ന സമയത്ത് ചെറിയ, ഈവൻ വളരെ 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 ചെറിയ കാര്യം മതി, നമുക്ക് ഭയങ്കരമായിട്ടും പ്രശ്നം വരും. നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. നമ്മളെ മെന്റൽ സ്റ്റേജ് കൈ നടുപ്പോവും. ബ്ലൈൻഡ് ട്രസ്റ്റ് എന്ന് പറയുന്നത് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത സ്റ്റേജിലേക്ക് നമ്മൾ എത്തിച്ചു വിടാൻ പറ്റിയ ഒരു കാര്യമാണ്. സോ ആലോചിക്കുക, ആരോ ആയിക്കോട്ടെ, പാർട്ട്ണർ ആയിക്കോട്ടെ, ആരാണെങ്കിലും നമുക്ക് വിശ്വസിക്കണം, സ്നേഹിക്കണം, വിശ്വസിക്കണം, കെയർ ചെയ്യണം ഒക്കെയാണ്. പക്ഷെ ഒന്നും അന്ധമായി പോകരുത്. അന്ധമായി പോയാൽ ലൈക്ക് ഒരു പോയിന്റിൽ നിന്ന് നമുക്കെല്ലാം കൈവിട്ട് പോകാം. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ സ്വയം എന്താ പറയാ, ആപത്തുകളെ വിളിച്ചു വരുത്തണോ അതോ നമ്മൾ തന്നെ സ്വയം മനസ്സിലാക്കി ജീവിക്കണമെന്ന്. ഇത് ഞാൻ പറയുമ്പോൾ കുറെ ആൾക്കാർക്ക് വിചാരിക്കും ഇവൻ എന്തേ പറയണത് അങ്ങനെ എന്നൊക്കെ. പക്ഷെ ഇത് അനുഭവിച്ച കുറെ ആളുകൾ ഉണ്ടാവും. ബ്ലൈൻഡ് ട്രസ്റ്റ് ചെയ്തിട്ട് എല്ലാവരും പണി തരുന്നല്ല ഞാൻ പറയണത്. പക്ഷെ ബ്ലൈൻഡ് ട്രസ്റ്റിലേക്ക് പോകുന്ന സമയത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ഭാഗത്ത് നിന്ന് വരുന്ന ചെറിയൊരു കാര്യം മതി, അത് നമുക്ക് വലിയൊരു ഇഷ്യൂ ആയി മാറും. കാരണം അവിടെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്കാണ് നമ്മളെ മൈൻഡ് പോവുക. ശരിക്കും ആലോചിച്ച് നമുക്ക് മനസ്സിലാവും ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും ഒരു പോയിന്റ് ഉണ്ടോന്ന്. അടുത്തത് നിഹാൽ സ്റ്റോറീസ് എന്ന് പറയുന്ന ഒരു പേജ് പോസ്റ്റ് ചെയ്താ, കാത്തിരിക്കുകയാണെന്ന് പോലും അറിയാത്ത ഒരാൾക്ക് വേണ്ടി കാത്തിരിക്കരുത് മച്ചു. എന്താലേ, 2 ലൈൻസേ ഉള്ളൂ, ഹതം. ആ 2 ലൈൻസ് മതി. ഞാൻ കേട്ടിക്കണേ വൺ സൈഡ് ലവ് എന്ന് പറയുന്നതിന് ഭയങ്കര അടിപൊളിയായിട്ട് പറയുന്നത്. പക്ഷെ ഞാൻ ഒരിക്കലും യോജിക്കാത്ത ഒരു കാര്യമാണ് ഈ വൺ സൈഡ് ലവ്. ഞാൻ ഓൾറെഡി ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഈ വൺ സൈഡ് ലവ് ഇത്രയും ബ്യൂട്ടിഫുൾ ആക്കിയത് സിനിമകളാണ്. സിനിമയിൽ ഈ വൺ സൈഡ് ലവ് കാണിക്കുന്നു, വൺ സൈഡ് ലവിന്റെ ഭംഗി ഒരു സൈഡ് മാത്രം കാണിക്കുന്നു. വൺ സൈഡ് ലവിന് പോസിറ്റീവ്സ് മാത്രം പറയുമ്പോൾ വൺ സൈഡ് ലവ് എന്ന് പറയുന്നത് ആക്ച്വലി വേസ്റ്റ് ഓഫ് ടൈം ആണ്. ഇത് പല കാര്യത്തിലും വേസ്റ്റ് ഓഫ് ടൈം ആണ്. ഇതിന്റെ ഒരു പ്രോപ്പർ വീഡിയോ ഞാൻ ഇൻസ്റ്റയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ എൻ്റെ ഇൻസ്റ്റയിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ റീസെന്റ് അപ്ലോഡ് ചെയ്ത വീഡിയോസിൽ ഒരു വീഡിയോ ആണ്. അപ്പൊ അത് കൃത്യമായി മനസ്സിലായി ഞാൻ എന്താ ഉദ്ദേശിച്ചത്. ലൈക്ക് നിങ്ങൾ അത് സപ്പോർട്ട് ചെയ്യണമെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ അത് സപ്പോർട്ട് ചെയ്യുന്നില്ല. അതിൽ ഉള്ള വേറൊരു കാര്യം തന്നെയാണ് ഇവിടെ, കാത്തിരിക്കുകയാണെന്ന് പോലും അറിയാത്ത ഒരാൾക്ക് വേണ്ടി കാത്തിരിക്കരുതെന്ന് വെച്ചാൽ സത്യമല്ലേ. നമ്മൾ അയാൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്, ഇതൊന്നും ചിന്തിക്കാത്ത, ഇതിനെക്കുറിച്ചൊന്നും ബോധേടല്ലാത്ത ഒരാൾക്ക് വേണ്ടി നമ്മൾ എന്തിനാ കാത്തിരിക്കുന്നത്? വേസ്റ്റ് ഓഫ് ടൈം അല്ലേ? നമ്മളെ സമയം പോകണം, നമ്മളെ ലൈഫാണ് നഷ്ടപ്പെടുന്നത്. നമ്മൾ ഇതിന് മുൻപ് ഒരു വീഡിയോയിൽ ഒരു കോട്ട് വായിച്ചിട്ടുണ്ട്, നഷ്ടപ്പെടുന്ന സമയമല്ല ജീവിതമാണെന്ന്. ലൈക്ക് നമ്മളെല്ലാവരും ഒരുപോലെ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, സമയം നഷ്ടപ്പെടുക എന്നതിന്റെ അപ്പുറത്തോട്ട് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം, നമുക്ക് നഷ്ടപ്പെടുന്ന നമ്മുടെ ജീവിതമാണ്, സമയമല്ല. സോ ഒന്ന് ആലോചിച്ച് നോക്കി, ഇതിൽ പറഞ്ഞത് 110% ശരിയല്ലേ? കാത്തിരിക്കുകയാണെന്ന് അറിയാത്ത ഒരാൾക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കരുത്. സമയം ജീവിതമൊക്കെ പോവാണ്, ഒറ്റ ലൈഫുള്ളൂ, ചെറിയ ലൈഫാണ്. ഈ സമയം കൊണ്ട് ഇങ്ങനെ പോവാണ്, പറക്കാണ്. അപ്പൊ അതിന്റെ ഇടയിൽ നമ്മളിങ്ങനെ ലൈക്ക് ഒരിക്കലും നമുക്ക് സന്തോഷം തരാത്ത, നമുക്ക് സമാധാനം തരാത്ത ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ കൂടുതൽ എഫേർട്ട് കൊടുത്ത്, നമ്മൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്ത് സമാധാനം കളയരുത്, സമയം കളയരുത്, ലൈഫ് കളയരുത്. അടുത്തത് സജീവ് സാഗർ എന്ന് പറയുന്ന ഒരു പേജ് പോസ്റ്റ് ചെയ്താ, നീ എന്നോട് സത്യം പറഞ്ഞ് വേദനിപ്പിച്ചാലും കുഴപ്പമില്ല, നുണ പറഞ്ഞ് ആശ്വസിപ്പിക്കരുത്. സത്യം, സത്യമാണത്. സത്യം പറഞ്ഞാല് ലൈക്ക് എന്താ പറയാ, ചില സമയത്ത് കുറെ ആളുകളുണ്ട്, ഞാൻ തന്നെ ചില ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞാൻ ആ സമയത്ത് അത് പറയാഞ്ഞത്, ഇനി അത് പറഞ്ഞിട്ട് എനിക്കൊരു വിഷമമുണ്ട് അല്ലെങ്കിൽ ഒരു വിഷമമുണ്ട്. ചതിക്കാണ്. ഇതിന്റെ ഒരു മറ്റേ സൈഡ് എന്ന് പറയുന്നത് അവിടെ ചീറ്റിംഗ് ആണ്. നമ്മൾ ആ ഒരു സമയത്ത് കളവ് പറഞ്ഞ് ആശ്വസിപ്പിക്കുകയല്ല ചെയ്യുന്നത്, കളവ് പറഞ്ഞ് ചതിക്കുകയാണ് ചെയ്യുന്നത്. സത്യം പറയുമ്പോൾ അവർക്ക് പ്രശ്നമുണ്ടെങ്കിൽ, സത്യം പറയുമ്പോൾ അവർക്ക് വേദന വരുന്നുണ്ടെങ്കിൽ, അതിന്റെ കളവ് എന്ന് പറയുന്നത് നമ്മൾ അവരോട് ചെയ്യുന്ന ചതിയാണ്. സീരിയസ്ലി ഗൈസ്, ഞാൻ പറയട്ടെ, നമ്മൾ ഒരാളോട് ഒരു സത്യം പറഞ്ഞ് ആ സത്യം പറയുമ്പോൾ അയാൾക്ക് വേദനിക്കും, വിഷമാകും, അല്ലെങ്കിൽ അയാൾക്ക് സങ്കടമാകും എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ
ആ ഒരു സമയത്ത് നമ്മൾ കള്ളം പറഞ്ഞാൽ മതി എന്നൊരു മൈൻഡ് നമുക്ക് വരുമ്പോൾ നമ്മൾ ആലോചിക്കണം, നമ്മൾ പറയുന്നത് കള്ളം മാത്രമല്ല, നമ്മളെ വിശ്വസിച്ച് നിൽക്കുന്ന ആ ഒരാളെ ചതിക്കുകയാണ്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നമ്മളെ വിശ്വസിക്കുന്ന ഒരാളോട് സത്യം പറഞ്ഞിട്ട് ആ ഒരു സമയത്ത് അയാൾക്ക് വേദന വന്നാലും കളവ് പറയരുത്. ചതിക്കുകയാണ്, അറിഞ്ഞുകൊണ്ട് ചതിക്കുകയാണ്. എന്തിനാണ് ആ ചെയ്യരുത്. യഹിയ റൈറ്റിംഗ്സ് എന്ന് പറയുന്നൊരു പേജ് പോസ്റ്റ് ചെയ്താ, ഒരു വാക്കുപോലും മിണ്ടാതെ കണ്ണുകൾ കൊണ്ട് സംസാരിക്കുന്നതാണ് പ്രണയത്തിന്റെ ഏറ്റവും മനോഹരമായ ഭാഷ. സത്യാട്ടോ. ചില സമയത്ത് എന്താ പറയാ, കണ്ണിനൊരു പവർ ഉണ്ട്. വാക്കുകള് കിട്ടാതെ വരുന്ന സമയത്ത് കണ്ണുകൾ കഥ പറയും. ഞാൻ എഴുതിയൊരു കോട്ട് ഉണ്ടായിരുന്നു കുറെ മുൻപ്, ഐ സ്പീക്സ് മോർ ദാൻ വേർഡ്സ്. കണ്ണുകൾ വാക്കുകളെക്കാൾ കൂടുതൽ സംസാരിക്കും. ചില സമയത്ത് കണ്ടിട്ടില്ല, അതിപ്പോ ഫണ്ണി മൊമെന്റ്സിലാണെങ്കിൽ പോലും. ഇപ്പൊ ചില ഫ്രണ്ട്സൊക്കെ ചില സമയത്ത് കണ്ണോട്ട് ഇങ്ങനെ ഓരോ ആക്ഷൻ കാണിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കും ഇതിന് ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ട്. സിറ്റുവേഷൻ മാറുന്നതിനനുസരിച്ച് നമ്മളെ കണ്ണ് സംസാരിക്കും. പ്രണയത്തിലൊക്കെ എനിക്ക് തോന്നുന്ന ഏറ്റവും ബ്യൂട്ടിഫുൾ ആയ ഒരു ഭാഗമാണ് ഈ കണ്ണുകൊണ്ടുള്ള സംസാരം എന്ന് പറയുന്നത്. അപ്പുറത്ത് നിൽക്കുന്ന ആൾക്ക് ഇപ്പുറത്ത് നിൽക്കുന്ന ആള് കണ്ണുകൊണ്ട് കാര്യം പറഞ്ഞു കൊടുക്കുകയാണ്, കണ്ണുകൊണ്ട് പ്രണയം കൈമാറുന്നത്. സച്ച് എ ബ്യൂട്ടിഫുൾ മൊമെന്റ്. എന്റെ പള്ളി അത് കൊണ്ട്. യെസ്, അപ്പൊ നമുക്ക് എപ്പിസോഡ് 14 ലാസ്റ്റ് റൈറ്റിംഗ് എന്താ നോക്കാം. അടുത്തത് എന്താണോ എന്തോ എന്ന് പറയുന്ന ഒരു പേജ് പോസ്റ്റ് ചെയ്താ, who is that one person you never want to lose in your life? My best friend. എന്താലേ, എല്ലാവർക്കും ആരെങ്കിലും ഒരാളെങ്കിലും ചിലപ്പോൾ മനസ്സിലെങ്കിലും തോന്നിയിട്ടുണ്ടാവും, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, അല്ലെങ്കിൽ ഹീ ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്, അല്ലെങ്കിൽ ഷീ ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. ആ ഒരാളെ നമ്മൾ ബെസ്റ്റ് ഫ്രണ്ട് ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അയാളുടെ അടുത്ത് നിന്ന് കിട്ടിയൊരു കണക്ഷൻ ഉണ്ടാവും. അയാളുടെ അടുത്ത് നിന്ന് മാത്രം കിട്ടിയ ഒരു പ്രത്യേക തരം ബോണ്ട് ഉണ്ടാവും. നമുക്ക് മറ്റാരെയും കിട്ടാത്തൊരു കാര്യം അയാളിൽ നിന്ന് കിട്ടിയത് കൊണ്ടാണ് നമുക്ക് ബെസ്റ്റ് ഫ്രണ്ട് ആക്കാൻ തോന്നുന്നത്. ബെസ്റ്റ് ഫ്രണ്ട്സ് അടിപൊളിയാണ്. ഒരാൾക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അയാൾ സത്യം പറഞ്ഞാൽ ലക്കിയാണെന്ന് ഞാൻ പറയുള്ളൂ. കാരണം ബെസ്റ്റ് ഫ്രണ്ടിനെ എല്ലാവർക്കും കിട്ടുന്നില്ല. എല്ലാവരും എന്താ പറയുക, എനിക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് എന്ന് പറയുമ്പോഴും ആ ആളുകളൊന്നും സത്യത്തിൽ ആളുകളുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആവില്ല. അത് വല്ലാത്തൊരു പൊസിഷനാണ് ഈ ബെസ്റ്റ് ഫ്രണ്ട് എന്നുള്ളത്. കുറെ ആളുകൾ വെറുതെ പറയും എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഇതാണ്, എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അതാണെന്നൊക്കെ വെറുതെ പറയണേ. ബെസ്റ്റ് ഫ്രണ്ട് എന്നതിനൊരു റിയൽ മീനിങ് ഉണ്ട്. അത് ആ ഒരു പോയിന്റ് ആ ഒരു മീനിങ് ടച്ച് ചെയ്യുന്ന ആളുകൾക്ക് മനസ്സിലാവും എന്താണ് യഥാർത്ഥ ബെസ്റ്റ് ഫ്രണ്ട് എന്ന്. സോ ഗൈസ്, അപ്പൊ നമ്മൾ എപ്പിസോഡ് 14 ഇവിടെ വെച്ച് നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പൊ പറഞ്ഞതുപോലെ തന്നെ ലോങ് വീഡിയോ നമ്മൾ എന്തായാലും ചെയ്യും. ഐ മീൻ കമന്റ്സിലുള്ള കോഡ്സ് വെച്ചിട്ട് നമ്മൾ എന്തായാലും ലോങ് വീഡിയോ ചെയ്യും. അപ്പൊ എന്തുകൊണ്ടാണ് എന്ത് സാധനം വാങ്ങാത്തെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ആ സാധനങ്ങളൊന്ന് കമന്റ് നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ ഒരു സാധനം വാങ്ങണം. ആ സാധനം വാങ്ങിയാൽ മാത്രമേ നമുക്ക് ലോങ് വീഡിയോ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പം അതെന്താണ് വാങ്ങേണ്ടത്, അല്ലെങ്കിൽ ആ സാധനം എന്താണ്, നിങ്ങൾ കോമന്റ് ചെയ്യും. ആൻഡ് ഈ വീഡിയോക്ക് താഴെ നിങ്ങൾ എന്തായാലും നിങ്ങളെ പുതിയ കോഡ്സും റൈറ്റിംഗ്സും കോമന്റ് ചെയ്തോളൂ. ഡെഫിനറ്റ്ലി ഈ ഒരു മാർച്ചിൽ എന്ന് ഞാൻ പറയുന്നില്ല, ഫെബ്രുവരി ഓർ മാർച്ച്, ഫെബ്രുവരി അല്ലെങ്കിൽ ഒക്കെ പോട്ടെ മച്ചു ഉടനെ നമ്മൾ ചെയ്യും. ഉടനെ ആ സാധനം ഞാൻ എവിടെന്നെങ്കിലും തപ്പിയെടുത്ത് കൊണ്ടുവരും. ആ സാധനം ഞാൻ മാക്സിമം തിരയുന്നുണ്ടെങ്കിൽ കിട്ടുന്നില്ല, പക്ഷെ എവിടെന്നെങ്കിലും ഞാൻ അത് കൊണ്ടുവരും. അപ്പൊ അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് ആ ഒരു ലോങ് വീഡിയോ തന്നെ ആവും. അപ്പൊ എന്താ, യെസ്, അപ്പൊ കുറച്ച് ദിവസത്തിന് ശേഷമാണ് ഇപ്പൊ നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ പഴയ സപ്പോർട്ട് എല്ലാവരും തരണം, വീണ്ടും സപ്പോർട്ട് തരണം. നമ്മൾ ഈ സീരീസ് ഇപ്പോഴൊന്നും നിർത്താനുള്ള പ്ലാൻ നമുക്ക് ഇതുവരെ വന്നിട്ടില്ല. സോ നിങ്ങൾ തരുന്ന സപ്പോർട്ടിലാണ് നമ്മൾ ഈ സീരീസ് ഇങ്ങനെ കൊണ്ടുപോകുന്നത്. ഒന്നുമില്ലെങ്കിലും 1 തുടങ്ങി നമ്മൾ 14 വരെ എത്തിയില്ലേ, ഇതുവരെ നമ്മൾ വന്നില്ലേ. അപ്പൊ നമുക്ക് അടിപൊളിയായിട്ട് മുന്നോട്ട് പോകാം ഗൈസ്. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. എനിവേ, താങ്ക്സ് ഫോർ വാച്ചിങ്.